മോർണിംഗ് സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചറിനെ കുറിച്ചാണ്. സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇത് പോപ്പുലറായത് 1980s കൂടിയാണ്. ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1982 കൺസേൺ സിറ്റി ബോർഡ് ഓഫ് ട്രേഡ് ഇൻ USA ഈ ഒരു സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ ആദ്യമായിട്ട് ട്രേഡിംഗ് ഇൻസ്ട്രുമെൻ്റായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. വേരിയസ് സ്റ്റോക്ക് ട്രാൻസാക്ഷൻ്റെ കോസ്റ്റ് ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലക്ച്വേഷനിൽ വരുന്ന റിസ്ക് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചറിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം. ആൾറെഡി ഇത് പഠിച്ച് അറിയുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഈ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്യുക. അതല്ലാത്തവർ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബാരോമീറ്റർ ആയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രൈസിൽ വരുന്ന മൂവ്മെൻറ്റ് ഒബ്സർവ് ചെയ്തിട്ട് മോണിറ്റർ ചെയ്ത് അതിന് വേണ്ടിയിട്ട് അത് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത് എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷർമെൻറ്റാണ് അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഡിസസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് വോളറ്റൈലായത് കാരണം കൂടുതൽ ട്രാൻസാക്ഷൻസ് നടക്കും. അതുകൊണ്ട് തന്നെ പ്രൈസിൻ്റെ വേരിയേഷൻസ് അവിടെ കൂടുതലായിരിക്കും. ഇങ്ങനെ ഒരു പ്രൈസിൻ്റെ വേരിയേഷൻ വരുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് വേരിയേഷനെ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്ത് മോണിറ്റർ ചെയ്യാനും അതേപോലെ തന്നെ ഈ പ്രൈസ് വേരിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ നമുക്കറിയാം ഡെയിലി പബ്ലിഷ് ചെയ്യുന്നതാണ് ന്യൂസ് പേപ്പറിലും അതല്ലെങ്കിൽ തന്നെ സ്ക്രീൻ ബേസ്ഡ് ആയിട്ടൊക്കെ അത് നമുക്ക് പബ്ലിഷ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൈസ് ലെവലിലുള്ള മൂവ്മെൻറ്റും പ്രൈസിൻ്റെ ട്രെൻഡ് എങ്ങനെയൊക്കെയാണ് എങ്ങോട്ടാണ് അതിൻ്റെ മൂവ്മെൻറ്റ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ മാർക്കറ്റ് ഇൻഡിസസ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു ഔട്ട്ലൈനാണ് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് വേണമെങ്കിൽ പറയാം. മാർക്കറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഡിസസ് എന്ന് പറയുന്നത് ദിസ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ദ ട്രെൻഡ് ഇൻ ദി മൂവ്മെൻറ്റ് ഓഫ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റി. സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ട്രേഡിംഗ് നടത്തുന്ന സെക്യൂരിറ്റീസിൻ്റെ വാല്യൂവിലെ പ്രൈസിൽ വരുന്ന ആ ഒരു ചേഞ്ചസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററാണ് ഈ ഒരു മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിക്കേറ്ററാണ്. മെയിനായിട്ട് ഈ ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഫങ്ഷൻസ് എത്രയുണ്ട് എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ബെഞ്ച് മാർക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അവിടെ വരുന്ന ഒരു ഫ്ലക്ച്വേഷൻസ് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബാരോമീറ്റർ, സ്റ്റോക്ക് മാർക്കറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബാരോമീറ്റർ ആയിട്ടൊക്കെ നമുക്ക് എന്ത് പറയാം, ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയാം. ജനറലി പോപ്പുലറായിട്ട് രണ്ട് സ്റ്റോക്ക് ഇൻഡെക്സുകളാണ് മെയിനായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് BSE ഇൻഡെക്സും അതേപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ NSEയുടെ നിഫ്റ്റി ഇൻഡെക്സുമാണ്. അപ്പോൾ ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ട്രേഡിംഗ് നടത്തുന്ന സെക്യൂരിറ്റീസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉപയോഗിക്കുന്ന ഇൻഡിസസിൻ്റെ പേരാണ് BSE ഇൻഡെക്സ്. BSE ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് അത് യൂസ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 1986 അതിൻ്റെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സെൻസിറ്റീവ് ഇൻഡെക്സിൻ്റെ പേരാണ് BSE സെൻസെക്സ് ഉപയോഗിക്കുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. ഈ ഒരു ഇൻഡെക്സ് കണക്കാക്കാൻ വേണ്ടിയിട്ട് ബേസായിട്ട് എടുത്തിരിക്കുന്നത് 1978-79 കറൻസിയുടെ നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം ആ ഒരു കാലഘട്ടത്തിൽ എത്രയായിരുന്നോ മൂല്യം അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു BSE സെൻസെക്സ് ഫോം ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് ബേസ് വാല്യൂ ആയിട്ട് 100 റുപ്പീസാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 30 വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റിൽ ആ സമയത്ത് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന 30 കമ്പനികളുടെ സ്റ്റോക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതും പഠിച്ചതൊക്കെയാണ്. ഈ ഒരു നമ്പർ ഓഫ് 30 എന്നുള്ളത് സെയിം കമ്പനി തന്നെ ആയിരിക്കില്ല എപ്പോഴും, അത് അവരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്ത് വരും. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സാണ് BSE ഇൻഡെക്സ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1986
അവിടെ ബേസായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 1978-79 മണി വാല്യൂ ആയിരുന്നു. ബേസ് വാല്യൂ എന്ന് പറയുന്നത് അവിടെ 100 അതേപോലെ തന്നെ 30 സ്റ്റോക്കുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഈ ഒരു BSE സ്റ്റോക്ക് ഇൻഡെക്സിൻ്റെ ഇപ്പോഴത്തെ പേരാണ് S&P സെൻസെക്സ്. S&Pയിലത്തെ എസ് മീൻസ് സ്റ്റാൻഡേർഡും പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവറുമാണ്. സ്റ്റാൻഡേർഡ് ആൻഡ് പൂവർ സെൻസെക്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ടായിട്ട് S&P സെൻസെക്സ് എന്നാണ് പറയുക. ഇത് നെക്സ്റ്റ് വരുന്നതാണ് S&P CNX നിഫ്റ്റി. ഇതേപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററാണ് S&P CNX നിഫ്റ്റി. ഇവിടെ ഈ ഒരു ഇൻഡിക്കേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് 50 സ്റ്റോക്കുകളാണ്. അതേപോലെ തന്നെ അവിടെ ഇങ്ങനെ ബേസായിട്ട് എടുത്തിരിക്കുന്നത് 1995 മണി വാല്യൂ ആണ്. ഇവിടെ ബേസ് വാല്യൂ ആയിട്ട് കണക്കാക്കുമ്പോൾ അതിൻ്റെ മണി മെഷർമെൻറ്റിലേക്ക് എടുത്തിരിക്കുന്നത് 1000 ആണ്. BSEയിൽ 100 ആയിരുന്നു, ഇവിടെ 1000 ആണ്. അതേപോലെ തന്നെ ഇവിടെ മെഷർ ചെയ്തിരിക്കുന്നത് 80 സ്റ്റോക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നിഫ്റ്റിയിലെ NSEയുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡിക്കേറ്റർ നമ്മൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇതാണ് മെയിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു മാർക്കറ്റ് ഇൻഡെക്സ് എന്താണ് എന്ന് പറയാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചറാണ്. സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു സിംപ്ലി ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദ കമ്മിറ്റ്മെൻറ്റ് ടു ബൈ ഓർ സെൽ എ പോർട്ട്ഫോളിയോ സ്റ്റോക്ക് കംപ്രൈസിങ് ദ ഇൻഡെക്സ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. അപ്പോൾ നമ്മൾ ഭാവിയിൽ വാങ്ങാം അല്ലെങ്കിൽ വിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോക്ക് ഇൻഡെക്സിനെ അണ്ടർലൈയിങ് അസറ്റാക്കിക്കൊണ്ട് ഒരു കരാറിൽ ഏർപ്പെടുക, ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഫ്രെയിം ചെയ്യുക. അതാണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു കോൺട്രാക്റ്റിൽ ഒന്നുകിൽ നമ്മൾ ജസ്റ്റ് ബൈ എന്ന കോൺട്രാക്റ്റ് അതല്ലെങ്കിൽ സെൽ ദ എന്നുള്ള രീതിയിലാണ് ആ കോൺട്രാക്റ്റിൽ നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. അവിടെ നമ്മൾ സ്റ്റോക്ക് ഇൻഡെക്സിൻ്റെ ഫേസ് വാല്യൂ ആണ് ബൈയിങ് ആൻഡ് സെല്ലിങ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ പൊസിഷൻസ് അതേപോലെ തന്നെ ഒരു നോൺ പ്രൊഡക്റ്റ് ഡെലിവറബിൾ അസറ്റാണ് ഈ ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കുക. അതായത് ഫിസിക്കൽ കമ്മോഡിറ്റി ഇൻഡെക്സ് നമ്മൾ പഠിച്ച പോലെ ഒരു കമ്മോഡിറ്റിയുടേതായ ട്രാൻസ്ഫർ ഇവിടെ വരില്ല. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ പ്രൊഡക്റ്റ് ആണ്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ഫിസിക്കൽ ഫോം. ഒരു ഫിസിക്കലായിട്ട് നമുക്ക് ബാക്കിയുള്ള പോലെ കാണാവുന്ന രീതിയിലുള്ള ഒരു കമ്മോഡിറ്റി നമുക്ക് ഇവിടെ അണ്ടർലൈങ് അസറ്റായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ ഡെലിവറബിൾ അസറ്റാണ്. അതല്ലെങ്കിൽ ഇതിനെ നമുക്ക് കനോട്ട് ബി സ്റ്റോക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്ക് ഡെലിവർ ചെയ്യാൻ കഴിയില്ല. ആ ഒരു പ്രൈസ് വാല്യൂ എത്രയാണോ അത് പരസ്പരം ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഈ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഈ ഡെറിവേറ്റീവ്സിൻ്റെ വൈൻഡപ്പ് ചെയ്യാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചറിൻ്റെ എവിടേക്കാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മെയിനായിട്ട് ഇതിൽ 5 യൂസേജസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. ദേ കെയിം ഇൻ ടു ദ മാർക്കറ്റ്, ദേ ആർ റെഡി ടു ടേക്ക് ദ റിസ്ക് ഫോർ മേക്കിംഗ് ദ പ്രോഫിറ്റ് എന്ന് നമ്മൾ പഠിച്ചു. അതായത് റിസ്ക് എടുത്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വരുന്ന ആളുകളാണ് സ്പെക്കുലേറ്റേഴ്സ്. ദേ ആർ കമ്മിങ് ടു മേക്ക് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഇവർ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഉപയോഗിക്കുമ്പോൾ അവർ ലോങ് പൊസിഷനും അതേപോലെ തന്നെ ഷോർട്ട് പൊസിഷനും ഒരേപോലെ യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഈ ഉത്തരം മൈൻഡുള്ള അല്ലെങ്കിൽ സ്പെക്കുലേറ്റേഴ്സ് മെയിനായിട്ട് അവിടെ അസംഷൻ കീപ്പ് ചെയ്യുന്നത് ഇൻഡെക്സിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ത് ചെയ്യാം, കൂടുകയോ കുറയുകയോ ചെയ്യാം എന്നുള്ള ആ ഒരു അസംഷനിലുമാണ് ഈ സ്പെക്കുലേറ്റേഴ്സ് ഈ ഇത്തരത്തിലുള്ള ഒരു ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പേഴ്സൺസ് അയാൾ ബിലീവ് ചെയ്യുകയാണ് ഇത് ഈ മാർക്കറ്റിൽ ഇൻഡെക്സിൻ്റെ വാല്യൂ കൂടും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ബൈ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എടുക്കും. അപ്പോൾ മറ്റൊരു വ്യക്തി അയാൾ മാർക്കറ്റിലെ ഇൻഡെക്സ് കുറയും എന്നാണ് അയാൾ കരുതുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ഒരു സെൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എടുത്തിട്ട് ഈ ഒരു ഡെറിവേറ്റീവ്സ് ഡീലിങ്ങിലൂടെ അവർ എന്ത് ഉണ്ടാക്കും, ടു മേക്ക് മണി, ക്യാഷ് ഉണ്ടാക്കും. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ. ദെൻ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സെക്യൂരിറ്റീസ് ലെൻഡിങ്. ഇവിടെ ആർബിട്രേജേഴ്സ് ക്യാൻ ഏൺ റിട്ടേൺ ബൈ ലെൻഡിങ് സെക്യൂരിറ്റി. ആർബിട്രേജേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, പാർട്ടിസിപ്പൻസ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞതാണ്. അവിടെ നമ്മൾ സ്പെക്കുലേറ്റേഴ്സും അതേപോലെ തന്നെ ആർബിട്രേജേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർബിട്രേജേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവർ ലോ പ്രൈസ് എവിടെയാണോ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഹൈ പ്രൈസ് എവിടെയാണോ ആ മാർക്കറ്റിൽ കൊടുത്ത് വിൽക്കും. രണ്ട് മാർക്കറ്റിൽ ഒരേ സമയത്ത് അവർ എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി വരുന്ന ആളുകളാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് ഇവരെന്ത് ചെയ്യും, ലെൻഡ് ചെയ്യാം.
they can earn റിട്ടേൺ ബൈ ലെൻഡിങ് ആക്ടിവിറ്റി. ഇപ്പോൾ നമ്മൾ ക്യാഷൊക്കെ കടം കൊടുക്കുക എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആർബിട്രേജർ എന്ത് ചെയ്യുന്നു, ഈ സെക്യൂരിറ്റീസ്, മാർക്കറ്റ് സെക്യൂരിറ്റീസിൻ്റെ ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ട് അവരൊരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് അത് അവർ എന്ത് ചെയ്യാണ്, ലെൻഡിങ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അവർ ഏർണിംഗ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഈ ഒരു മെത്തഡോളജിയിൽ ഫസ്റ്റ് അവർ എന്ത് ചെയ്യും, സെല്ലിങ് ഷെയർസ് ഇൻ ദ ക്യാഷ് മാർക്കറ്റ്. അവർ ക്യാഷ് മാർക്കറ്റിൽ വിൽക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അത് വാങ്ങിക്കും. അവിടെ അതായത് ഒരു റിസ്ക്ലെസ് ആയിട്ടുള്ള റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ എവിടെയാണോ പ്രൈസ് വേരിയേഷൻ, ആ ഒരു വേരിയേഷൻ യൂസ്ഫുൾ ആക്കിയിട്ട് വില കുറവുള്ളിടത്തു നിന്ന് വാങ്ങുക, വില കൂടിയ ഭാഗത്ത് വിൽക്കുക എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും, ഈ ഒരു ഇൻഡെക്സിനെ ലെൻഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ആൻഡ് ഫൈനലി ബൈയിങ് ദ സെയിം ഷെയർ ആൻഡ് സെറ്റിംഗ് ദ ഫ്യൂച്ചർ പൊസിഷൻ അറ്റ് എക്സ്പയറേഷൻ. അപ്പോൾ ആ എക്സ്പയറേഷൻ ഡേറ്റിന് മുന്നേ അവർ ആ ഒരു അവരുടെ കയ്യിലുള്ള ഈ ഒരു അണ്ടർലൈങ് അസെറ്റ് അവരെന്ത് ചെയ്യും, ലെൻഡിങ് ചെയ്തിട്ട് അഡീഷണൽ എമൗണ്ട് അതിൻ്റെ മുകളിൽ ഉണ്ടാക്കും. ഇതാണ് സെക്യൂരിറ്റീസ് ലെൻഡിങ്ങിൽ പറയുന്നത്. ദ നെക്സ്റ്റ് വൺ വരുന്നത് ഫണ്ട് ലെൻഡിങ് ബൈ ആർബിട്രേജേഴ്സ്. ആർബിട്രേജേഴ്സ് they are willing to employ the fund. അപ്പോൾ അവർ ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങി മറ്റൊരു മാർക്കറ്റിലേക്ക് വിൽക്കുക. അപ്പോൾ അവർ കൂടുതലായിട്ട് മാർക്കറ്റിനെ സ്റ്റഡി ചെയ്ത് അനാലിസിസ് നടത്തുന്നവരാണ് എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അവരിവിടെ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ എന്ത് ചെയ്യും, ബൈയിങ് ദ ഷെയർസ്, ക്യാഷ് മാർക്കറ്റിൽ നിന്ന് അവർ ഷെയർസ് വാങ്ങിക്കും, എന്നിട്ട് ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവർ വിൽക്കും. അപ്പോൾ ഇവിടെ ഈ ക്വാണ്ടിറ്റി, എത്ര നമ്പർ ഓഫ് ഷെയർസാണ് അവർ പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു മാർക്കറ്റിൽ അറ്റ് പ്രസൻറ്റ് എത്രയാണോ അതിൻ്റെ ഇൻഡെക്സ്, ആ ഒരു ഇൻഡെക്സ് അതായത് ഡിമാൻഡ് അനുസരിച്ച് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവരെന്ത് ചെയ്യും, ഫസ്റ്റ് അത് ഷെയർസ് വാങ്ങിക്കും. ആ ഷെയർസ് ക്യാഷ് മാർക്കറ്റ് വാങ്ങിയിട്ട് അത് എവിടെ വിൽക്കുകയാണ് ചെയ്യുന്നത്, ഇൻഡെക്സ് ഫ്യൂച്ചറിലാണ് അവർ അതിൻ്റെ സെല്ലിങ് നടത്തുന്നത്. അതേ സമയത്ത് അവർ ട്രേഡിംഗ് മെത്തേഡ്, അതായത് ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് അത് കംപ്ലീറ്റ് ആവുന്നത് വരെയുള്ള ട്രേഡിംഗ് പ്രോസസ്സ് എന്തൊക്കെയാണോ അതൊക്കെ തന്നെ, അതല്ലെങ്കിൽ അതേ മെത്തേഡിലൂടെ തന്നെയാണ് ഇവർ ഈ രീതിയിൽ ബിസിനസ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നത്. അതേ സമയത്ത് എ സെൽ പൊസിഷൻ ഈസ് ടേക്കൺ ഇൻ ദ ഫ്യൂച്ചർ മാർക്കറ്റ്. ഫ്യൂച്ചർ മാർക്കറ്റിലത്തെ ഒരു സെൽ പൊസിഷൻ അവർ എടുക്കും ചെയ്യും. അതായത് ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ്ങും ചെയ്യും, അതേപോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചർ മാർക്കറ്റിൽ നിന്നും അവർ സെൽ പൊസിഷനും ഉപയോഗിച്ച് ഒരേ സമയം ബൈയിങ് പൊസിഷനും സെല്ലിങ് പൊസിഷനും ഉപയോഗിച്ച് അതിൻ്റെ ബെനിഫിറ്റ് ക്യാഷാക്കിയിട്ട് ആ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരെയാണ് ആർബിട്രേജേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ദ പൊസിഷൻ അവർ ക്ലോസ് ചെയ്യുന്നത് അവരുടെ ഓപ്പോസിറ്റ് ട്രാൻസാക്ഷൻസ്, അതിപ്പോൾ ക്യാഷാണോ അതല്ലെങ്കിൽ ഫ്യൂച്ചർ മാർക്കറ്റോ അതെപ്പോഴാണോ കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ മാത്രമാണ് ആ ഒരു പൊസിഷൻസ് അവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്യപ്പെടുന്നുള്ളൂ. ഇതേപോലെ തന്നെ ആർബിട്രേജർ ദേ ക്യാൻ ഏൺ റിട്ടേൺ ബൈ ലെൻഡിങ് സെക്യൂരിറ്റി. അവരിപ്പോൾ ഇതേപോലെ നമ്മൾ ഷെയർ വാങ്ങിക്കും വിൽക്കുന്നതും അവർ ക്യാഷ് ഉണ്ടാക്കും. അതേപോലെ തന്നെ അവർ മണി ഉണ്ടാക്കുന്ന മറ്റൊരു മെത്തേഡാണ് ലെൻഡിങ് സെക്യൂരിറ്റീസ്. അവിടെ സെക്യൂരിറ്റി മാർക്കറ്റിലും ഇതേപോലെ തന്നെ അവരൊരു മെത്തഡോളജി യൂസ് ചെയ്യും. ഫസ്റ്റ് എന്ത് ചെയ്യും, ഷെയർസ് സെല്ല് ചെയ്യും ക്യാഷ് മാർക്കറ്റിൽ. എന്നിട്ട് നേരത്തെ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് അത് ഇൻഡെക്സ് ഫ്യൂച്ചറിൽ കൊണ്ടുപോയി വിറ്റിട്ട് ആ ഒരു ഡിഫറൻസാണ് അവർ പ്രോഫിറ്റായിട്ട് അവർ ഉണ്ടാക്കിയിരുന്നത്. ഇനി അത് ആ ഒരു ടൈം പീരീഡ് ആവുന്നതിന് മുന്നേ ഇവരെന്ത് ചെയ്യും, സെയിം അണ്ടർലൈങ് അസറ്റ് ലെൻഡിങ് ചെയ്തുകൊണ്ട് അഡീഷണൽ ക്യാഷ് ഇവർ മൊബിലൈസ് ചെയ്യുക. ആ രീതിയിൽ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെല്ലിങ് ഷെയർസ് ഇൻ ദ ക്യാഷ് മാർക്കറ്റ് ആൻഡ് ബൈയിങ് ഇൻഡെക്സ് ഫ്യൂച്ചർ യൂസിങ് ദ ക്യാഷ് റിസീവ്ഡ് ഇൻ സം റിസ്ക്ലെസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ റിസ്ക്ലെസ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് രണ്ട് മാർക്കറ്റിൻ്റെയും ഓപ്പർച്യൂണിറ്റീസ് ഒരേ സമയം ഇവർ യൂസ് ചെയ്യാണ്. ഇവിടെ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ അതൊക്കെ എത്ര എണ്ണമാണ് എന്നുള്ളത് നമ്പർ ഓഫ് ഷെയർസ് അവർ ഡിറ്റർമിൻ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് വെയിറ്റേജ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഡിമാൻഡ് അനുസരിച്ചിട്ടാവും. അപ്പോൾ അവരുടെ കയ്യിലുള്ളത് മുഴുവൻ അവർ ഒരേ സമയത്ത് വിൽക്കുകയോ ഒരേ സമയത്ത് അവർ ലെൻഡിങ് ചെയ്യുകയോ ഇല്ല. ആ ഒരു വെയിറ്റേജ് ഇൻഡെക്സ് എത്രയാണോ എന്ന് നോക്കിയിട്ട് ആ ഒരു എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുന്നേ ആയിട്ട് അവരത് എന്ത് ചെയ്യും, ലെൻഡിങ് ചെയ്തിട്ട് അഡീഷണൽ എമൗണ്ട് റേസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് സ്ട്രാറ്റജിക് ആർബിട്രേജേഴ്സ് ആണ്. ആൻ ആർബിട്രേജർ നീഡ് നോട്ട് ഹോൾഡ് ഹിസ് പൊസിഷൻ ടിൽ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. ഇവിടെ ഈ ഒരു ബെനിഫിറ്റാണ് അവർ പ്രോഫിറ്റബിൾ ആക്കി മാറ്റുന്നത്. അതായത് മെച്യൂരിറ്റി ടൈം വരെ അവർ എന്ത് ചെയ്യണ്ട, ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യണ്ട. ആ എഗ്രിമെൻറ്റ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഡിഫറൻസ്, അതായത് സ്പോട്ട് മാർക്കറ്റും ഫ്യൂച്ചർ മാർക്കറ്റും തമ്മിലൊരു ഡിഫറൻസ്, ആ ഒരു ബേസിസ് എത്രയാണോ
അത് യൂണിഫോം അല്ല എന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന വേരിയേഷൻസ് മാത്രം ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അവർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജസ് ആണ് മെയിനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. ദ ആർബിട്രേജസ് മേ കീപ് ദ ട്രാക്ക് ഓഫ് ദ ബേസിസ്. കാരണം ഈ ഒരു വേരിയേഷൻ സ്പോട്ട് മാർക്കറ്റിലും അതേപോലെ ഫ്യൂച്ചർ മാർക്കറ്റിലും വരുന്ന വേരിയേഷൻസ് അവർ ഓൺ ദ സ്പോട്ടിൽ എന്നുള്ള രീതിയിൽ അവർ ആ ട്രാക്ക് റെക്കോർഡ് കീപ്പ് ചെയ്ത് അതിൽ വരുന്ന ഫ്ലക്ച്വേഷൻസും അപ്പ് ആൻഡ് ഡൗൺ ഒരു പൾസ് എന്നുള്ള രീതിയിൽ അവരെപ്പോഴും അത് വിലയിരുത്തി മനസ്സിലാക്കുന്ന ആളുകളാണ്. എന്നിട്ട് അവർ എന്ത് ചെയ്യും, അപ്രോപ്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് കാണുകയാണെങ്കിൽ ആ ഒരു അഡ്വാൻറ്റേജസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഷോർട്ട് ടൈമിനുള്ളിൽ അവരുടെ കയ്യിലുള്ള ആ ഒരു ഇൻഡെക്സ് ഒന്നുകിൽ വാങ്ങുക അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്തിട്ട് ആ എഗ്രിമെൻ്റ് അവർ ക്ലോസ് ചെയ്യും. ആ ഷോർട്ട് പീരീഡിനുള്ളിൽ അവരതിനെ ഒരു ബെനിഫിറ്റ് ആക്കിയിട്ട് മാറ്റും. അതായത് ആ ഒരു അസറ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ പ്രത്യേകത ദേ നീഡ് നോട്ട് ഹോൾഡ്. അവർ ആ ഒരു മെച്യൂരിറ്റി ഡേറ്റ് ആവുന്നവരെ അവരുടെ കയ്യിൽ ആ ഒരു പൊസിഷനിൽ എന്താണോ അതിൻ്റെ അസറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡെക്സ് അവരുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതുവരെയും അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് അഡീഷണൽ ഫണ്ട് ഉണ്ടാക്കാം. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് ഹെഡ്ജിങ് ആണ്. മറ്റേതൊരു ഡെറിവേറ്റീവ്സിനും പോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചറും യൂസ് ചെയ്യുന്നത് ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടി തന്നെയാണ്. അതായത് ഇൻഡെക്സ് കൂടുകയും കുറയുകയും ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇൻഡെക്സ് ബേസ് ചെയ്തുകൊണ്ട് ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാകുന്ന നഷ്ടം അത് നമുക്ക് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെഡ്ജിങ് എന്നുള്ള രീതിയിലും നമ്മൾ ഏത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ യൂസ് ചെയ്യുന്നത്. അതായത് അൺഫേവറബിൾ പ്രൈസ് മൂവ്മെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഹെഡ്ജിങ് അതല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ഹെഡ്ജിങ് എന്നുള്ള രീതിയിൽ ഏത് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങളിത് ഫുള്ള് റീഡ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.